Sacred Heart Higher Secondary School and CISCE Junior College, Changanasheri, which is run by Archdiocese of Changanasheri. Welcome one and all to the online teaching session. This is the 9th segment of UKG B. Let's move to the videos. Good morning. Today we can learn English. In English we have learned about vowels. How many letters are there in vowels? Do you know? Have you any idea? Yes. 5 letters are there. A, E, I, O, U. Except U, all the letters we have learned how to pronounce. By using that letters we make words. We have learned some words also. Today we are going to learn U. Sound of U, A. Sound of U, A. Here we have some words. We can read. Take your textbook. See, Miss will read. You too follow me. Read together all these words. Bug. Write U in the middle of the word. U ഇവിടെ ഒരു ഇച്ചിരി ഡിമ്മാക്കി കാണിച്ചേക്കുന്നല്ലേ. You can rewrite or overwriting on this letter U. Sound of U, A. Use the sound and read the word bug. B-A-G, bug. B-A-G, bug. ബഗ് എന്ന് പറഞ്ഞാൽ മൂട്ട. BUG, ബഗ്. See the next word. Gum. Gum. G-A-M. G-A-M. Gum. Gum എന്ന് പറഞ്ഞാൽ പശ. മഗ്. M-A-G, മഗ്. M-A-G, മഗ്. മഗ് എന്നതാ? നമ്മൾ കോരി കുളിക്കാനൊക്കെ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് കൊണ്ടുള്ള മഗ് കണ്ടിട്ടില്ലേ? കുളിമുറിയിലുണ്ടല്ലോ, എല്ലാവരുടെയും വീട്ടിലില്ലേ? കപ്പല്ല, കപ്പിനേക്കാളും മുഴുത്ത സാധനമാണ്. യൂഷ്വലി വി ആർ യൂസിങ് പ്ലാസ്റ്റിക് മഗ്. നെക്സ്റ്റ് വൺ റഗ്. 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 റ. സൗണ്ട് ഓഫ് ആർ റ. റ അ ഗ. റഗ്. റഗ് മീൻസ് പരവതാനി. റഗ് എന്നതാ? പരവതാനി. ബഡ്. ബഡ്. ബ അ ഡ്, ബഡ്. ബ അ ഡ്, ബഡ്. ബഡ് എന്ന് പറഞ്ഞാൽ എന്നതാ? പൂമൊട്ട് അല്ലേ? വിരിഞ്ഞ് പൂർത്തിയായോ? ഇല്ല, ഫ്ലവർ ആയില്ല. മുട്ടായിട്ട് നിൽക്കുന്ന പൂവിന് പറയുന്ന പേരാണ്, പൂവിൻ്റെ മുട്ടിന് പറയുന്ന പേരാണ് ബഡ്. Some more words are here. In the end of this page there is one sentence. The sun is up. Sun is up. Sun. S-A-in. Sun. Sound. Sound of you. A. Sun. Up. 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 ഉണ്ടോ? ഹഗ്. ഹഗ്. ഹഗ് ചെയ്യുക മീൻസ് കെട്ടിപ്പിടിച്ചിങ്ങനെ ആലിംഗനം ചെയ്യുന്നതിനാണ് ഹഗ് ചെയ്യുക എന്ന് പറയുന്നത്. ഹ അ ഗ, ഹഗ്. ഹ അ ഗ, ഹഗ്. You can write 3 times each word. Then jug. J a g, jug. Jug എന്നതാ? നമ്മൾ വെള്ളം എടുത്ത് വെക്കുന്ന പാത്രം അല്ലേ? ജഗ്. J a g, jug. Next one, nut. Nut. N-A-T, nut. Nut എന്നതാ? ചെറിയ പരിപ്പ്. ക്യാഷ് നട്ട്. ബദാം നട്ട്. ബദാമിൻ്റെ പരിപ്പ്. ക്യാഷ് നട്ടിൻ്റെ, കശുവണ്ടിയുടെ പരിപ്പ് അല്ലെ കുരു, അതാണ് നട്ട്. ഇനി ബട്ട്. B-A-T, ബട്ട്. B-A-T, ബട്ട്. ബട്ട് മീൻസ് എങ്കിൽ. Next one, rub. Rub. R-A-B, rub.
ബ് റബ്ബ്. റബ്ബ് ചെയ്യാന്ന് പറഞ്ഞാൽ തുടയ്ക്കുക, മായ്ക്കുക, തഴുകുക, അതൊക്കെയാണ്. നമ്മൾ റബ്ബ് ചെയ്യല്ലേ. വെൻ വി മേക്ക് മിസ്റ്റേക്ക് വി വിൽ യൂസ് ദ എറേസർ ആൻഡ് റബ്ബ് അല്ലേ. നമ്മൾ മായ്ക്കും എറേസർ കൊണ്ട്. അതിന് റബ്ബ് എന്നാണ് പറയുന്നത്. കബ്. നെക്സ്റ്റ് വേർഡ് കബ്. കബ്. കബ് എന്നതാ? ലയണിൻ്റെ കുഞ്ഞ് അല്ലേ. ലയണിൻ്റെ കുഞ്ഞിന് സിംഹക്കുട്ടിക്ക് പറയുന്ന പേരാണ് കബ്. നൺ. നണ്ണെന്ന് പറഞ്ഞ ആരാ? സിസ്റ്റർ അല്ലേ. കന്യാസ്ത്രീ, സിസ്റ്റർ, സന്യാസി, ഇതൊക്കെ നണ്ണെന്ന് പറയും. നെക്സ്റ്റ് വൺ ഫൺ. ഫൺ. തമാശ. തമാശക്ക് പറയുന്ന പേരാണ് ഫൺ. യു ആർ എ ഫണ്ണി ഫെലോ, യു മേക്ക് എ ഫൺ എന്നൊക്കെ പറയത്തില്ലേ തമാശക്കാരി. ഫൺ. ഫൺ. Once more read. Once again read. Hug, jug, nut, butt, rub, cup, nun, fun. Each line 3 times you can write. There is 3 boxes are there given there. You can write each word 3 times. Then again take your rough book and write. Recite one rhyme. Hot cross buns. We have already learned in last in LKG. LKG we have already learned this same rhyme. Now let's revise once more. After hearing this rhyme, let's wind up the class. Okay. Hot cross buns, hot cross buns. 1 a penny, 2 a penny, hot cross buns. Give them to your daughters, give them to your sons. 1 a penny, 2 a penny, hot cross buns. 1 a penny, 2 a penny, hot cross buns. Good morning, children. Today we are going to learn Malayalam. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന വിഷയം മലയാളം. മലയാളം നമ്മൾ ആ മുതൽ എ വരെയുള്ള അക്ഷരങ്ങളും അതുപയോഗിച്ചുള്ള വാക്കുകളും പഠിച്ചു കഴിഞ്ഞു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന അക്ഷരം എ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന അക്ഷരം എ. എ എന്ന അക്ഷരം ഉപയോഗിച്ച് ഇവിടെ 3 വാക്കുകൾ കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെയാ? എ. കണ്ടോ? എ എന്ന അക്ഷരം ഉപയോഗിച്ചുള്ള 3 വാക്കുകളാണ് ഏത്? ഏണി. ഏണി. നാ എഴുതി വള്ളി. ഈയുടെ സ്വരം കൊടുത്തപ്പോൾ നീ. നാ എഴുതി ഈ വള്ളി കൊടുത്തു, അതായത് ഈയുടെ സ്വരം ചേർത്തു, അപ്പോൾ വായിക്കുന്ന നീ. ഏണി. ഏണി. നമ്മൾ എന്തിനാ ഏണി ഉപയോഗിക്കുന്നത്? ഏണി ഉപയോഗിക്കുന്നത് എന്തിനാ? നമ്മളെ പൊക്കമുള്ള സ്ഥലങ്ങളിൽ കയറാൻ, ഉയരമുള്ള സ്ഥലങ്ങളിൽ കയറാൻ. വീടിൻ്റെ ടെറസിലും പിന്നെ മച്ചുള്ള തട്ടുള്ള വീടാണെങ്കിൽ, സീലിംഗ് ഉള്ള വീടാണെങ്കിൽ അതിൻ്റെ സീലിങ്ങിനകത്ത് കയറാൻ ഏണി ഉപയോഗിക്കും അല്ലേ. വീടിൻ്റെ ടെറസിൽ കയറാൻ ഏണി ഉപയോഗിക്കും. പിന്നെ പൊക്കമുള്ള ഉയരമുള്ള മരങ്ങളിൽ കയറാനും ഏണി ഉപയോഗിക്കും. അതാണ് ഏണിയുടെ ഉപയോഗം. ഒന്നുകൂടെ വായിച്ചേ. ഏണി. 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 അടുത്ത വാക്ക് നോക്കിക്കേ. ഏലം. ഏലം. ല എഴുതി അമ്മിൻ്റെ സ്വരം ചേർത്തു. പൂജ്യം എന്ന് പറയുമ്പോൾ ആരുടെ സ്വരമാ? അം എന്ന അക്ഷരത്തിന് പകരം ഉപയോഗിക്കുന്ന ചിഹ്നം, അതായത് സ്വരമാണ് പൂജ്യം. അപ്പം ലായ്ക്ക് നമ്മൾ പൂജ്യം കൊടുത്തപ്പോൾ ലം. ഏലം. കൂട്ടി വായിക്കുമ്പോൾ ഏലം. ഏലം. ഏലം എന്ന് പറയുന്നത് ഒരു ചെടിയാണ് അല്ലേ. ചെറിയൊരു പ്ലാന്റ് ഏലം. അത് ഏലക്ക ഉണ്ടാകുന്ന ഒരു ചെടിയാണ് ഏലം. ഇത് കണ്ടോ? ഏലക്ക കണ്ടോ? ഏലക്ക ഉണ്ടാകുന്ന ഈ ചെടിക്ക് പറയുന്ന പേരാണ് ഏലം. അതിൻ്റെ കായ്ക്ക് പറയുന്ന പേരാണ് ഏലക്ക. മനസ്സിലായോ? അടുത്ത വാക്ക് ശ്രദ്ധിച്ചേ. ഏത്തപ്പഴം. കണ്ടോ? ഏ, ഇത്ത, ഇപ്പ,
രം. ഇത്തായുണ്ട് ഇപ്പായുണ്ട്, രണ്ടും കൂട്ടക്ഷരമാണ് അല്ലേ? നമ്മൾ അപ്പം പഠിച്ചപ്പോൾ ഇപ്പ പഠിച്ചായിരുന്നു. ഇത്ത നമ്മൾ തത്ത പഠിച്ചപ്പോഴും പഠിച്ചു. രണ്ട് അടുപ്പിച്ചെഴുതിയപ്പോഴാണ് ഇത്തായത്. ഏത്തപ്പഴം, അതിനകത്ത് വരുന്ന കൂട്ടക്ഷരങ്ങളാണ് ഇത്തായും ഇപ്പായും. എഴുതി നോക്കണം, പറ്റുമെങ്കിൽ എഴുതുക കേട്ടോ. ഏത്തപ്പഴം, ഏത്തപ്പഴം. ബനാനയ്ക്ക് പറയുന്ന പേരാണ്. ബനാന നമ്മൾ ഇംഗ്ലീഷിൽ പറയും, മലയാളത്തിൽ ബനാനയ്ക്ക് മലയാളത്തിൽ പറയുന്ന വാക്കാണ് ഏത്തപ്പഴം. മനസ്സിലായോ? ഏത്തപ്പഴം. ഇത്രയും 3 വാക്കുകളാണ് നമുക്ക് എ എന്ന അക്ഷരം ഉപയോഗിച്ച് പഠിക്കാനുള്ളത്. ഇനി എക്ക് പകരം കൊടുക്കേണ്ട ചിഹ്നം ഏതാ? എക്ക് പകരം കൊടുക്കേണ്ട ചിഹ്നം കെട്ടുപുള്ളി. കെട്ടുപുള്ളി അല്ലേ? എക്ക് പകരം നമ്മൾ കൊടുത്ത ചിഹ്നം എന്നതായിരുന്നു? പുള്ളി. എക്ക് പകരം കൊടുത്ത ചിഹ്നം പുള്ളി. എക്ക് പകരം കൊടുക്കേണ്ട ചിഹ്നം കെട്ടുപുള്ളി. കെട്ടുപുള്ളി എങ്ങനെ എഴുതുന്നത് എന്ന് മിസ് ഒരു വട്ടം പേപ്പറിൽ എഴുതി കാണിക്കാം കേട്ടോ. എല്ലാവരും ഇവിടെ ശ്രദ്ധിക്കേ. നമ്മൾ എങ്ങനെയാണ് 2 ലൈനിൽ എഴുതുന്നത് എന്നിവിടെ ശ്രദ്ധിച്ചോണേ. ആദ്യം റ എഴുതി നീട്ടി മുകളിലോട്ട് പോയപ്പം പായായി അല്ലേ? അത് തിരിച്ച് താഴോട്ട് വന്ന് ഈ ലൈനിൻ്റെ സ്വല്പം പുറത്ത് വരണം. കണ്ടോ? ഇനി എക്ക് പകരം കൊടുക്കേണ്ട ചിഹ്നം കെട്ടുപുള്ളി അല്ലേ? ഈ കെട്ടുപുള്ളി എങ്ങനെ കൊടുക്കും? കണ്ടോ? എക്ക് പകരം കൊടുക്കേണ്ട, ആദ്യം നമ്മൾ സ്മോൾ ലെറ്റർ ഇ എഴുതുന്നത് പോലെ എടുക്കുക. കൈ ചുറ്റി ഇങ്ങനെ എടുക്കണം. കണ്ടോ? അത് താഴോട്ട് വന്നിട്ട് പിന്നെ അകത്തോട്ട് ഇങ്ങനെ വളച്ച് കയറ്റി വെക്കണം. കിട്ടും. ഇതാണ് എക്ക് പകരം കൊടുക്കേണ്ട ചിഹ്നം. കെട്ടുപുള്ളി. പറഞ്ഞ എല്ലാവരും? കെട്ടുപുള്ളി. എ എന്ന അക്ഷരം എങ്ങനെയാണ് എഴുതുന്നത് എന്ന് മിസ് എഴുതി കാണിക്കാം. കണ്ടല്ലോ എല്ലാവരും? ഇനി എക്ക് പകരം ഉപയോഗിക്കേണ്ട ചിഹ്നം കെട്ടുപുള്ളി. എക്ക് പകരം ഉപയോഗിക്കേണ്ട ചിഹ്നം കെട്ടുപുള്ളി. ആദ്യം ഇങ്ങനെ ചുറ്റിയെടുക്കണം. കണ്ടോ? നമ്മൾ സ്മോൾ ലെറ്റർ ഇ എഴുതിയ പോലെ. പിന്നെ അത് താഴോട്ട് കൊണ്ടുവന്ന് ഇങ്ങനെ അകത്തോട്ട് കയറ്റി വളയ്ക്കണം. കെട്ടുപുള്ളി. ഇനി എ എന്ന അക്ഷരം ഉപയോഗിച്ച് എഴുതാൻ പറ്റിയ 2 വാക്കുകളാണ് നീ. നീ. നാ എഴുതി വള്ളി. ഈയുടെ സ്വരം ചേർത്തു. നായ്ക്ക് നമ്മൾ ഈയുടെ സ്വരം കൊടുത്തപ്പം നീ. കൂട്ടി വായിക്കുമ്പം ഏണി. നീ ഏണി. മറ്റൊരു വാക്കാണ് ഏലം. മിസ് ഏലക്ക കാണിച്ചില്ലേ? ആ ചെടിയുടെ കായുണ്ടാകുന്ന ചെടിയുടെ പേരാ ഏലം. ലം. ലാ എഴുതി അമ്മിൻ്റെ സ്വരം കൊടുത്തു. ഏലം. 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 ഈ 2 വാക്കുകൾ പഠിക്കുക. അതുപോലെ തന്നെ ഈ ചിഹ്നം ചേർത്ത് നമ്മൾ കായ്ക്ക് എഴുതുമ്പം കെട്ടുപുള്ളി ഇട്ട് കായ എഴുതുമ്പോൾ എങ്ങനെ വായിക്കും? കായ്ക്ക് കെട്ടുപുള്ളി ഇട്ടപ്പോൾ അടുത്തത് ലം. ലായ്ക്ക് 0 അമ്മിൻ്റെ സ്വരം കൊടുത്തു, അതായത് 0 കൊടുത്തു. അപ്പം കേരളം. കെട്ടുപുള്ളി ഇട്ട് എഴുതാൻ പറ്റിയ ഒരു വാക്കാണ് കേരളം. കായ്ക്ക് കെട്ടുപുള്ളി ഇട്ടപ്പം അതിൻ്റെ തൊട്ടടുത്ത അക്ഷരം ര, അതിൻ്റെ അടുത്ത അക്ഷരം ള 0. ലം. കേരളം. കൂട്ടി വായിക്കുമ്പം കേരളം. ഇനി ഇക്കായ്ക്കാണ് നമ്മൾ ഈ കെട്ടുപുള്ളി ഇടുന്നതെങ്കിലോ? ഇക്കായ്ക്ക് ഇട്ട് കൊടുക്കുമ്പോൾ ഇക്കേ. ഇനി ഗായിക്കാണേലോ? ഗായിക്ക് ചിഹ്നം ചേർത്തൊന്ന് എഴുതി നോക്കിക്കേ. ഗേ. ഉണ്ടോ? എല്ലാ അക്ഷരത്തിനും ഈ കെട്ടുപുള്ളി ഇട്ടിട്ട് നിങ്ങൾ എയുടെ സ്വരം ചേർത്ത് വായിച്ച് പഠിക്കണം. ക മുതൽ റ വരെയുള്ള എല്ലാ അക്ഷരത്തിനും. ഇപ്പം നമ്മൾ ആദ്യത്തെ അക്ഷരമാണ് ക അല്ലേ? അതിന് കെട്ടുപുള്ളി ഇട്ടപ്പോൾ എങ്ങനെ വായിച്ചു? കേ. ഇനി ഇക്കായ്ക്ക് കെട്ടുപുള്ളി ഇടുമ്പം കേ. ഗായ്ക്ക് കെട്ടുപുള്ളി ഇടുമ്പം ഗേ. ഇനി ഇഗായ്ക്ക് ഇടുമ്പം ഗേ. അങ്ങനെ നമുക്ക് വായിക്കാം. ഏയുടെ സ്വരം ചേർത്ത് വായിക്കണം. ഈ ചിഹ്നത്തിന് ഏയുടെ സ്വരമാണ്. ഈ ചിഹ്നത്തിന് പറയുന്ന പേര് കെട്ടുപുള്ളി.
മനസ്സിലായോ എല്ലാവർക്കും? ഇനി മിസ് ചെറിയൊരു കഥ പറഞ്ഞുതരാം. ചെറിയൊരു കഥ. ഇപ്പം മഴക്കാലമല്ലേ, എല്ലാവർക്കും ഓർമ്മയുണ്ടോ? അത് ഓർമ്മയുണ്ടോ? മഴക്കാലത്ത് കൂടുതലായി നമ്മളെ ഉപദ്രവിക്കാൻ വരുന്നതാരാ? കൊതുകുകളെ അല്ലേ? കൊതുകുകൾ ഇപ്പം പലതരത്തിലുള്ള രോഗങ്ങളെ പരത്തുന്നുണ്ട്. മലേറിയ, ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയ, വൈറൽ ഫീവർ, അങ്ങനെ നിരവധിയായ രോഗങ്ങൾ ഈ കൊതുക് മൂലം നമുക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ചുറ്റുമുള്ള ചപ്പ് ചവറുകളൊക്കെ പറിച്ചു കളയണം. നമ്മൾ ഗുഡ് ഹാബിറ്റ്സിനകത്ത് പഠിച്ചില്ലായിരുന്നോ? വീടും പരിസരമൊക്കെ എങ്ങനെ വൃത്തിയാക്കണമെന്ന് പഠിച്ചതാ അല്ലേ? അതുപോലെ അത് കൂടാതെ മുറ്റത്തും നമ്മുടെ വീടിൻ്റെ പരിസരത്തും ചുറ്റുപാടൊക്കെ ചെറിയ ചെറിയ പ്ലാസ്റ്റിക് കൂടുകളും കിടക്കാൻ സാധ്യതയുണ്ട്. പ്ലാസ്റ്റിക് കൂടുകളും ചിരട്ടയില്ലേ, അമ്മ തേങ്ങ ചിരണ്ടിയിട്ട് കളയുന്ന ചിരട്ട, ആ ചിരട്ടയും ഒക്കെ കിടക്കും. ഇതിനകത്ത് എന്ത് നിൽക്കും? മഴ പെയ്യുമ്പോൾ വെള്ളം നിറഞ്ഞ് ആ വെള്ളം കെട്ടി നിൽക്കും അല്ലേ? തങ്ങി നിൽക്കുമ്പോൾ ഇതിനകത്ത് ആര് വന്ന് കയറും? കൊതുക് വന്ന് കയറി മുട്ടയിടും. കൊതുക് സാധാരണ കെട്ടി നിൽക്കുന്ന വെള്ളത്തിലാണ് മുട്ടയിടുന്നത്. അപ്പോൾ അതിനിങ്ങനെ ഒരു സ്ഥലം അന്വേഷിച്ച് നടക്കുക. അപ്പം നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് അല്ലെ നമ്മുടെ വീടിൻ്റെ പരിസരത്ത് വെള്ളം നിറഞ്ഞ ചിരട്ടയോ പ്ലാസ്റ്റിക് കൂടോ കണ്ടാൽ അവന് സന്തോഷമായി അവൻ ഓടി വന്ന് അതിനകത്തിരുന്ന് മുട്ടയിടും. ഈ മുട്ട ഏതാനും ദിവസം കഴിയുമ്പം വിരിഞ്ഞ് കുഞ്ഞുങ്ങൾ ഒത്തിരി കൊതുകുകൾ പുറത്തേക്ക് വരും. ഈ കൊതുകുകൾ വന്ന് നമ്മളെ കുത്തി നമുക്കില്ലാത്ത മിസ് പറഞ്ഞ രോഗങ്ങളൊക്കെ ഉണ്ടാകും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? കഴിവതും പ്ലാസ്റ്റിക് എങ്ങും വലിച്ചെറിയരുത്. ഈ പ്ലാസ്റ്റിക് നമ്മൾ ഉപയോഗിക്കാതിരിക്കണം. ഉപയോഗിച്ചാൽ അത് കത്തിച്ചാലും നമുക്ക് നാശം ചെയ്യും അല്ലേ? നമ്മുടെ അറ്റ്മോസ്ഫിയറിനെ മലിനമാക്കും, അന്തരീക്ഷത്തെ മലിനമാക്കും. പിന്നെ കൂടാതെ വലിച്ചെറിഞ്ഞാൽ അതൊട്ട് ചീഞ്ഞ് അഴുകി പോകത്തുമില്ല. അതുകൊണ്ട് കഴിവതും ഉപയോഗിക്കാതിരിക്കുക. ഇനി ഉപയോഗിച്ചാൽ അത് ദൂരെ പറമ്പിൻ്റെ ദൂരെ കൊണ്ട് അറ്റത്ത് കൊണ്ട് കത്തിച്ച് കളയാൻ നോക്കണം. പിന്നെ ചിരട്ടകളെ എളുപ്പം കത്തിപ്പോകുന്ന സാധനമല്ലേ, അത് ആവശ്യം കഴിയുമ്പോൾ വലിച്ചെറിയാതെ കത്തിച്ച് തന്നെ കളയണം. മനസ്സിലായോ? നമ്മുടെ വീട്ടിൽ അടുക്കള കത്തിക്കുന്നില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അത് കൂട്ടിയിട്ട് കത്തിച്ച് കളയാൻ അമ്മയോട് പറയണം. അതുകൊണ്ട് ചിരട്ടയും പ്ലാസ്റ്റിക്കും അതുപോലുള്ള ഒരു സാധനം, ഈ റബ്ബർ തോട്ടത്തിൽ വെക്കുന്ന ചെറിയ റബ്ബർ പാല് വരാൻ വേണ്ടി ഉപയോഗിക്കുന്ന ചിരട്ടകൾ കൊണ്ടല്ലോ, മൂടൽ ചിരട്ട, അതൊന്നും ആരും എങ്ങും വലിച്ചെറിയാൻ അനുവദിക്കല്ലേ. അമ്മയോട് പ്രത്യേകം പറഞ്ഞു കൊടുക്കണം കേട്ടോ. അത് വലിച്ചെറിഞ്ഞാൽ അതിൽ വെള്ളം കെട്ടി നിൽക്കും. മഴ പെയ്യുമ്പോൾ കൊതുക് വന്ന് മുട്ടയിടും. പിന്നെ ആ കൊതുക് ഒരുപാട് പെരുകി വർദ്ധിച്ച് നമ്മളെ വന്ന് രാത്രിക്ക് കുത്തും. നമുക്ക് സന്ധ്യസമയത്ത് വന്ന് കുത്തും. എന്നിട്ട് നമുക്കില്ലാത്ത രോഗങ്ങളൊക്കെ ഇത് തന്നേച്ചു പോകും. ഏതൊക്കെ രോഗങ്ങളാണ് കൊതുക് പരത്തുന്നത്? വൈറൽ, ചിക്കൻ ഗുനിയ, ഡെങ്കി, മലമ്പനി, മലേറിയ, ഇങ്ങനെയുള്ള രോഗങ്ങളെല്ലാം പരത്തും കേട്ടോ. അതുകൊണ്ട് ആരും ഇതിനനുവദിക്കരുത്. ഇനി മിസ് അതൊരു ചെറിയൊരു റൈമായിട്ട് പാടിത്തരാം. കേൾക്കാൻ ഇഷ്ടമല്ലേ എല്ലാവർക്കും? റൈം ആണല്ലേ? ചുമ്മാ ഇത് കേട്ടിട്ട് ആരും മറന്നു കളയരുത്. ഇത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ വേണ്ടിയാണ് മിസ് പാടിത്തരുന്നതും പറഞ്ഞു തരുന്നതും കേട്ടോ. എല്ലാവരും ഈ പാട്ട് കേട്ടിട്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് നിർത്താം, വൈൻഡപ്പ് ചെയ്യാം. ഇതിൽ നിന്നും ഈ റൈമിൽ നിന്നും നമുക്ക് ഒത്തിരി ഗുണപാഠങ്ങൾ പഠിക്കാനുണ്ട്. അതുകൊണ്ട് ഇത് നന്നായിട്ട് ശ്രദ്ധിച്ച് കേൾക്കുക. ഇത് പാടി മിസ്സിന് വാട്സപ്പിൽ സെൻഡ് ചെയ്ത് തരണം കേട്ടോ എല്ലാവരും. എങ്കിൽ ഈ പാട്ട് മിസ് പാടി തരുന്നതൊന്ന് കേട്ടിട്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് നിർത്താം. എല്ലാവരും അയച്ചു തരുമെന്ന് പ്രതീക്ഷിക്കുന്നു. പ്ലാസ്റ്റിക് കൂടുകൾ, മൂടൽ ചിരട്ടകൾ വീടിനു ചുറ്റുമെറിഞ്ഞിടുമ്പോൾ മഴ പെയ്തു വെള്ളം നിറയുമവകളിൽ കൊതുകുകൾ വീടായി പരിണമിക്കും.
കൊതുകുകൾ മൂളിപ്പറന്നു വരും, നമ്മൾ തൻ ചോര കുടിച്ചു പോകും. ചിക്കൻ കൂനിയയും വൈറലും ഡെങ്കിയും നമ്മൾ തൻ ജീവൻ കവർന്നെടുക്കും, നമ്മൾ തൻ ജീവൻ കവർന്നെടുക്കും. മക്കളെ, ഗുഡ് മോർണിംഗ്. സുഖമല്ലേ എല്ലാവർക്കും? ഹൗ ആർ യു? All are fine? Very good. In last class in EVS we have learned about safety at home and road. റോഡിലെയും വീട്ടിലെയും സുരക്ഷിതത്വത്തെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതല്ലേ? ആണോ? അതെ. Are you following all these rules? Are you following? Yes, you are following all the rules. Otherwise, we will face the danger. We will burn or we will meet danger. അല്ലേ? നമ്മൾ അപകടത്തിൽ ചെന്ന് ചാടും, അല്ലെ നമുക്ക് പൊള്ളലേൽക്കും, അങ്ങനെ പലതും ഉണ്ടാകും. അതെല്ലാവരും വീട്ടിൽ സേഫായിട്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ്? We are keeping or following all these rules. That's why. Understood? Then on the road also we have some rules. We have to keep some rules or we have to follow some rules for our safety. Are you remembering all these rules? Can you tell me? Missinte kuda paranje ellarum. What are the rules? When we walk on the road, what are the rules we have to keep when we walk on the road? We have to walk along the footpath. We have to walk along the footpath or use sidewalk. ആ ഫുട്പാത്തിന് പറയുന്ന വേറൊരു പേരാണത്. പിന്നെ don't run across the road. റോഡിൽ കൂടെ ഓടരുത്. Then another thing, look and cross along zebra crossing. When we cross, we have to look left side and right side, then again left side. We have to look and walk along the zebra crossing. Then know the signals. 3 signals are there. What are they? Red, yellow and green. Red says stop. Yellow says get ready to go. Green says go fast. 3 signals are there. Again, in next verse there is some more activity to do. Take your textbook. Shall we do together? ഒന്നിച്ച് ചെയ്യാം. Ready? Take the correct safety rules and cross the wrong ones. Now we have already learned what are the correct safety rules. Come, we can go through the book. First picture, see that bus is running. Bus is going. Then in the bus one boy is sitting and waving his hands. Outside he is looking outside and waving his hands. Is it safety? No. Now we have to put a cross mark. See another picture. Second picture, one boy is cycling wearing helmet and he is cycling. Is it safe? Safety rules? Yes. Then we can put a tick mark. On third picture, children are standing in a queue. They are waiting to get inside the bus. Is it safety rule? Yes. When we get inside the bus, we have to stand in a queue. Don't rush or don't make hurry. He is putting his finger into the holder while plug is on.
Then so he is getting shock. കണ്ടോ അവനെ ഷോക്ക് അടിക്കുന്ന പോലെ അവൻ നിൽക്കുന്ന കണ്ടോ. ഇത് സ്വിച്ച് ബോർഡ് ഇവിടെ പ്ലഗ് ഓൺ ആണ്. അവൻ അതിനകത്ത് കൊണ്ട് വിരലിടുക. Is it safe? No. We have to cross one. We have to do cross. We have to put the cross mark. He is playing football on the road. One car is coming behind him, coming at back. കണ്ടോ കാർ പുറകെ കൂടെ വരുന്നേ. He is playing on the road. He is running to catch this ball. Is it safe? No. So we have to put the cross mark. One boy is crossing the road. He is using zebra crossing. അല്ലേ zebra crossing അവൻ ഉപയോഗിക്കുന്നത്. So is it safe? When we cross the road, we have to walk along the zebra crossing. We have to use zebra crossing to cross the road. So this is correct. Put a tick mark. See the next page. Tick those activities that we should do. ടിക്ക് ചെയ്യണം. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ടിക്ക് ചെയ്യണം. ടു പ്രൊട്ടക്റ്റ് അവർ എൻവയോൺമെൻറ്റ്. അത് നമ്മുടെ പരിസ്ഥിതിയെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ ടിക്ക് ചെയ്യണം. ആൻഡ് വി ഷുഡ് നോട്ട് ഡു ക്രോസ് ദാറ്റ് വി ഷുഡ് നോട്ട് ഡു ടു പ്രൊട്ടക്റ്റ് അവർ എൻവയോൺമെൻറ്റ്. നമ്മുടെ പരിസ്ഥിതിയെ അനുയോജ്യമല്ലാത്ത സംരക്ഷിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ ഇവിടെ കാണുമ്പോൾ അതിനെന്ത് ചെയ്യണം? ക്രോസ് ചെയ്യണം. See the first picture. Planting saplings. ചെടി നടുന്നു അല്ലേ. ചേച്ചി ചെടി നടുന്നു, ചേട്ടൻ കൊണ്ട് അനിയൻ കൊണ്ട് വെള്ളം ഒഴിക്കുന്നു അല്ലേ. പ്ലാന്റിങ് സാപ്ലിങ്സ്. Is it protect our environment? നമ്മുടെ പരിസ്ഥിതി സംരക്ഷിക്കുമോ ചെടി നടുന്നത്? യെസ്. We will get a nice atmosphere, nice air അല്ലേ. നല്ല കാലാവസ്ഥ കിട്ടും, നല്ല എയർ കിട്ടും. പിന്നെ നമുക്ക് ബ്രീത്തിന് ശ്വസിക്കാൻ ആവശ്യമുള്ള ഓക്സിജൻ കിട്ടും പ്ലാന്റുകൾ ഒത്തിരി ഉണ്ടെങ്കിൽ. സോ വി ക്യാൻ ടിക്ക് ദിസ്. ദെൻ ത്രോയിങ് ഗാർബേജ് ഓൺ റോഡ്. ത്രോയിങ് ഗാർബേജ്, വേസ്റ്റ് റോഡിൽ എറിയുന്നു. ഇത് കറക്റ്റാണോ? പരിസ്ഥിതി സംരക്ഷിക്കുമോ? ഇല്ല. ഇറ്റ് ഡു നോട്ട് പ്രൊട്ടക്റ്റ് അവർ environment. So we have to put a cross mark. See, he is saving electricity. By saving electricity, he is protecting the environment. അല്ലേ? പരിസ്ഥിതിയെ സംരക്ഷിക്കുക. So we can put a tick mark. See the last middle one. Come to another picture. Using plastic bag. പ്ലാസ്റ്റിക് ബാഗ് ഉപയോഗിക്കുന്ന പരിസ്ഥിതിക്ക് നല്ലതാണോ? അല്ല. സോ വി ക്യാൻ പുട്ട് എ ക്രോസ് മാർക്ക്. പ്ലാസ്റ്റിക് കടന്ന് നമ്മുടെ പരിസ്ഥിതിക്ക് നാശം ഉണ്ടാക്കും അല്ലേ. ഇതൊരിക്കലും ചീയത്തില്ല, അഴുകത്തുമില്ല. അത് കത്തിച്ച് കളഞ്ഞാലും അത് വേറെ ദോഷം ചെയ്യും. അതുകൊണ്ട് ഡോണ്ട് യൂസ് പ്ലാസ്റ്റിക് ബാഗ്. ദെൻ സീ ദ അനദർ പിക്ചർ. കട്ടിംഗ് ട്രീസ്. മരം മുറിക്കുന്നു. മരം മുറിക്കുന്നത് നല്ലതാണോ? അല്ല. നമ്മൾ വിറകിനൊക്കെ വേണ്ടി മരം മുറിക്കും, ഫർണിച്ചർ ഉണ്ടാക്കാൻ മരം മുറിക്കും. പക്ഷേ ഇറ്റ് വോണ്ട് പ്രൊട്ടക്റ്റ് അവർ എൻവയോൺമെൻറ്റ്. നമുക്ക് ഒരുപാട് നഷ്ടങ്ങൾ അതുകൊണ്ട് പരിസ്ഥിതിക്കുണ്ടാവും അല്ലേ. നമുക്ക് ശ്വസിക്കാനുള്ള വായു ഇതിൽ നിന്നാണ് കിട്ടുന്ന ഓക്സിജൻ, അത് കിട്ടാതെ പോകും. പിന്നെ മണ്ണൊലിപ്പ് തടയാൻ പറ്റത്തില്ല. മഴക്കാലത്ത് മരങ്ങളുടെ വേരുകളല്ലേ മണ്ണൊലിപ്പ് തടയുന്നത്. അങ്ങനെ ഒരുപാട് നാശങ്ങൾ മരം മുറിച്ചാലുണ്ടാകും. അതുകൊണ്ട് വി ക്യാൻ പുട്ട് എ ക്രോസ് മാർക്ക്. സി യൂസിങ് ഡസ്റ്റ്ബിൻ. യൂസിങ് എ ഡസ്റ്റ്ബിൻ. ഡസ്റ്റ്ബിൻ്റെ ഉപയോഗം. ഡസ്റ്റ്ബിൻ ഉപയോഗിക്കുന്ന കണ്ടോ. ഹീ ഈസ് കീപ്പിംഗ് വേസ്റ്റ് ഇൻ ദ ഡസ്റ്റ്ബിൻ. അത് നല്ലതല്ലേ, നല്ല ശീലമാണ്, നമ്മൾ പഠിച്ചതാണ്. ഗുഡ് ഹാബിറ്റ്സിനകത്തും വി ഹാവ് ലേൺ. ദിസ് ഈസ് പ്രൊട്ടക്റ്റ് അവർ environment. So we can put a tick mark. Plucking flowers. See the another picture. Plucking flowers. പൂ പറിച്ച് കളയുന്ന
ചെയ്യുന്നത് നല്ലതാണോ? അല്ല, അല്ലേ? ബ്യൂട്ടിഫുൾ ആൻഡ് പ്രിറ്റി ഫ്ലവേഴ്സ്, ലെറ്റ് ഇറ്റ് ബി ദെയർ, ഡോണ്ട് പ്ലക്ക്. അത് നമുക്ക് നല്ലതല്ല. അതുകൊണ്ട് നമുക്ക് ഇനി മാർക്കിടാം. പുട്ട് ക്രോസ് മാർക്ക്. സി വേസ്റ്റിംഗ് വാട്ടർ. വേസ്റ്റിംഗ് വാട്ടർ. ഷീ ഈസ് ബ്രഷിംഗ് ബട്ട് ദ പൈപ്പ് ഈസ് ഓൺ. പുട്ട് ഓൺ ദ പൈപ്പ് ആൻഡ് കീപ്പിംഗ് while she is brushing. Is it protect our environment? Losing water? No, never. So we can put a cross mark. Finish? All of you finish? Yes. Next page, our beautiful earth. Our beautiful earth. The heading, name of the chapter. അവർ ബ്യൂട്ടിഫുൾ എർത്ത്, നമ്മുടെ മനോഹരമായ ഭൂമി, അല്ലേ? അവർ എർത്ത് ഈസ് വെരി ബ്യൂട്ടിഫുൾ. ഹൗ സോ മെനി ഗുഡ് പീപ്പിൾ ആർ ലിവിങ്. സോ മെനി ഗുഡ് പീപ്പിൾ ആർ ലിവിങ് ഹിയർ ഓൺ ദ എർത്ത്, അല്ലേ? നല്ല മനുഷ്യർ ഭൂമി ഒത്തിരി പേര് ജീവിക്കുന്നുണ്ട്. അത് മാത്രമാണോ? ദെൻ അഗെയിൻ ഫോറസ്റ്റ്, റിവർ, മൗണ്ടൻ, ഓഷ്യൻ ആൻഡ് ഡെസേർട്ട്. ഇതെല്ലാം കൂടെ കൂടുമ്പോഴാണ് നമ്മുടെ ഭൂമി മനോഹരമായി തീരുന്നത്, അല്ലേ? വാട്ട് ആർ ദ തിങ്സ് നെസസറി ടു ബിക്കം എ ബ്യൂട്ടിഫുൾ എർത്ത്? മൗണ്ടൻ. മൗണ്ടൻ എന്നതാ? മൗണ്ടൻ മലകൾ, അല്ലേ? കുന്നുകൾ, മലകൾ. റിവർ. റിവർ. റിവർ എന്നതാ? തോട്, പുഴ, വെള്ളം ഒഴുകുന്ന അരുവി, തോട്. ഓഷ്യൻ. ഓഷ്യൻ എന്നതാ? സമുദ്രം, അല്ലേ? ഭയങ്കര നമ്മൾ നോക്കിയാൽ നോക്കാത്ത പോലുള്ള വാട്ടർ ബോഡിയാണ്, അല്ലേ? നമ്മുടെ കണ്ണ് കൊണ്ട് കാണാൻ പറ്റുമോ മുഴുവൻ? ഇല്ല, ഭയങ്കര വലിപ്പമാണ്. അതിലെയാണ് ഷിപ്പൊക്കെ പോകുന്നത്. ദെൻ ഫോറസ്റ്റ്. ഫോറസ്റ്റ് എന്നതാ? വനം, അല്ലേ? ഫോറസ്റ്റ് എന്ന് പറഞ്ഞാൽ വനം. ഓൾ ദ അനിമൽസ് വിൽ ബി ദെയർ. സോ മെനി വൈൽഡ് അനിമൽസ് വിൽ ബി ദെയർ ഇൻ ദ ഫോറസ്റ്റ്. Lion, giraffe, elephant, tiger, and so many different types of wild animals will be there in the forest. Then see desert. Desert എന്ന് പറഞ്ഞാൽ മണൽ മാത്രമേ അവിടെ ഉള്ളൂ. മരമില്ല, പിന്നെ മനുഷ്യരില്ല, ഒന്നുമില്ല. only sand, മണ്ണും മണലും മാത്രം, അല്ലേ? പിന്നെ good people. Desert, there will be very rare people. മനുഷ്യർ വളരെ റയർ ആയിരിക്കും, അല്ലേ? കുറച്ച് പേരെ കാണത്തുള്ളൂ. How they will travel? They are using camel. അവർ പോകുന്ന ഡെസേർട്ടിൽ പോകുന്നത് ക്യാമലിൻ്റെ പുറത്തായിരിക്കും. പുറത്ത് അതാണ് ഷിപ്പ് ഓഫ് ദ ഡെസേർട്ട്. ക്യാമൽ നോൺ ആസ് എ ഷിപ്പ് ഓഫ് ദ ഡെസേർട്ട്. മരുഭൂമിയിലെ വാഹനം, അല്ലേ? മരുഭൂമിയിലെ കപ്പൽ. ഗുഡ് പീപ്പിൾ. ഇനി ഈ എർത്തിൽ ആരും കൂടെ വേണം? നല്ല മനുഷ്യർ വേണം. മോശം മനുഷ്യരും ഉണ്ട്, പക്ഷെ നല്ല മനുഷ്യർ വരുമ്പോഴാണ് ഇത് പ്രകൃതി, ഭൂമി മനോഹരമായി തീരുന്നത്, അല്ലേ? നമ്മളൊക്കെ നല്ല മനുഷ്യരുടെ കൂട്ടത്തിൽ പെടുവോ? പെടണം, അല്ലേ? നമുക്കൊന്നുകൂടെ പറയാം. റിപ്പീറ്റ് വൺസ് മോർ. വാട്ട് മേക്ക് അവർ എർത്ത് ബ്യൂട്ടിഫുൾ? എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മുടെ ഭൂമിയെ മനോഹരമാക്കി തീർക്കുന്നത്? എന്തെല്ലാവാം? ഗുഡ് പീപ്പിൾ, മൗണ്ടൻ, റിവർ, ഓഷ്യൻ, ഫോറസ്റ്റ്, ഡെസേർട്ട്. അല്ലേ? ഗുഡ് പീപ്പിൾ നമുക്ക് ആദ്യം പറയാം, അല്ലേ? All these things comes together, our earth will be beautiful. All these things when comes together, our earth will be beautiful. What are the things? Good people, mountain, river, ocean, forest, desert. Understood all of you? Very good. Okay children, in next class we will meet each other. Till then, bye. Be safe at home. Hi children, good morning. How are you? I hope all are fine. In the last class we learned number names 13, 14, 15 and 16.
What is the spelling of 13? T-H-I-R-T-E-E-N. 13. What is the spelling of 14? F-O-U-R-T-E-E-N. 14. What is the spelling of 15? F-I-F-T-E-E-N. 15. What is the spelling of 16? S-I-X-T-E-E-N. 16. Today we will learn number name 17, 18, 19 and 20. Are you ready? All of you look at the board. S, E, B, E, N, T, E, N. 17. S, E, B, E, N, T, E, N. 17. Then 18. E, I, G, H, T, E, N. 18. E, I, G, H, T, E, N. 18. N, I, N, E, T, E, N. 19. N, I, N, E, T, E, N. 19. Then T, W, E, N, T, Y. 20. T, W, E, N, T, Y. 20. I will repeat once again. S, E, B, E, N, 7, T, E, N. 17. E, I, G, H, T, 8, E, N. 18. N, I, N, E, 9, T, E, N. Teen. 19. T, W, E, N, T, Y. 20. All of you look at the number name 17. If you look at the number name 17, after 7, S, E, B, E, N, 7, there is teen. T, E, N, teen. Then all of you say, how to study the number name 17? S, E, B, E, N, 7, T, E, N. Teen. 17. Understood? All of you look at the number name 18. If you look at the number name 18, after 8, E, I, G, H, T, 8, there is no teen. There is only E, N, een. Then all of you say, how to study the number name 18? E, I, G, H, T, 8, E, N, een.
18. Then next, all of you look at the number name 19. If you look at the number name 19, after 9, N-I-N-E, 9, there is teen. T-E-E-N, teen. Then all of you say how to study the number name 19. N-I-N-E, 9, T-E-E-N, teen, 19. Then next, all of you look at the number name 20. In number name 20, there is no teen. Then all of you say how to study the number name 20. T-W-E-N-T-Y, 20. Understood? I will repeat once again. S-E-V-E-N, 7, T-E-E-N, teen, 17. E-I-G-H-T-8, E-E-N, 18. N-I-N-E, 9, T-E-E-N, teen, 19. T-W-E-N-T-Y, 20. What is the spelling of 17? S-E-V-E-N-T-E-N, 17. What is the spelling of 18? E-I-G-H-T-E-E-N, 18. What is the spelling of 19? N-I-N-E-T-E-E-N, 19. What is the spelling of 20? T-W-E-N-T-Y, 20. ഇനി നമുക്ക് ടെക്സ്റ്റിൽ വർക്ക് ചെയ്യാം. Take page number 58. Count and circle the correct numbers. How many ants are here? Let's count it together. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15 and 16. Where is number 16? Here is number 16. Then circle this number. How many chocobars are here? Let's count it together. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13. How many chocobars are here? 13. Where is number 13? Here is number 13. Then circle this number. Another picture is here. How many chicks are here? Let's count it together. 1, 2, 3, 4, 5, 6, 7, 8. 8 chicks are here. Where is number 8? Here is number 8. Then circle this number. How many snails are here? Let's count it together. 1, 2, 3, 4, 5, 6, 7, 8, 9. 9 snails are here. Where is number 9? Here is number 9. Then circle this number.
Another picture is here. How many watermelon pieces are here? Let's count it together. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12. 12 watermelon pieces are here. Where is number 12? Here is number 12. Then circle this number. How many clocks are here? Let's count it together. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18. 18 clocks are here. Where is number 18? Here is number 18. Then circle this number. Understood? Take page number 61. Copy the number names from 11 to 20. We have already studied the number names 11 to 20. Now we can write the number names 11, 12, 13, 14, 15, 16, 17, 18, 19 and 20 in these boxes. Let's write it together. Here number 11 is given already. So we don't want to write number 11 in this circle. We only want to write number name 11. E-L-E-V-E-N. 11. 11 after 12. Then write the number 12 in this circle and write the number name T W E L V E 12 in this box. 12 after 13. 1, 3, 13. Write the number in this circle and write the number name 13. T H I R T W E N. 13 in this box. 13 after 14. 1 for 14. Write the number 14 in this circle and write the number name 14. F O U R T W E N. 14 in this box. 14 after 15. 1, 5, 15. Write the number 15 in this circle and write the number name 15. F I F T W E N. 15 in this box. 15 after 16. Write number 16. 1, 6, 16 in this circle and write the number name 16. S I X T W E N. 16 in this box. 16 after 17. Write the number 17. 1, 7. 17 in this circle and write the number name 17. S E V E N T W E N. 17 in this box. 17 after 18. Write the number 18. 1, 8. 18 in this circle and write the number name 18. E I G H T W E N. 18 in this box. 18 after 19. Write the
number 19. 1, 9, 19 in this circle and write the number name 19. N-I-N-E-T-E-E-N. 19 in this box. 19 after 20. Write the number 20. 20 in this circle and write the number name 20. T-W-E-N-T-Y. 20 in this box. Understood? Let's sing a song. പത്തുപരുമ്മി പമ്മി നടക്കും കുഞ്ഞിക്കുഴിമടിയൻ ആമച്ചേട്ടനും ഒട്ടക്കാരൻ മുയലും കൂട്ടുകാർ. പത്തുപരുമ്മി പമ്മി നടക്കും കുഞ്ഞിക്കുഴിമടിയൻ ആമച്ചേട്ടനും ഒട്ടക്കാരൻ മുയലും കൂട്ടുകാർ. ഒരു നാളവർ രണ്ടുപേരും പന്തയം വച്ചു, ഓട്ടപ്പന്തയം വച്ചു. മലയോരം കാണുവാനായി മത്സരം വച്ചു, തമ്മിൽ മത്സരം വച്ചു. ഇഴയും കാരാമയും പായുന്നൊരു പെൺമുയലും, ഇഴയും കാരാമയും പായുന്നൊരു പെൺമുയലും. പരിപാടിയിൽ ആരാരാദ്യം സമ്മാനം നേടും. പത്തുപരുമ്മി പമ്മി നടക്കും കുഞ്ഞിക്കുഴിമടിയൻ ആമച്ചേട്ടനും ഓട്ടക്കാരൻ മുയലും കൂട്ടുകാർ. പത്തുപരുമ്മി പമ്മി നടക്കും കുഞ്ഞിക്കുഴിമടിയൻ ആമച്ചേട്ടനും ഓട്ടക്കാരൻ മുയലും കൂട്ടുകാർ. എല്ലാവർക്കും റൈം ഇഷ്ടമായോ? ഓക്കെ, എന്നാൽ നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാനായിട്ട് സമയമായി. എല്ലാവരും ടെക്സ്റ്റിലെ വർക്കുകൾ ചെയ്യണം. മിസ്സിനെ ഗ്രൂപ്പിലേക്ക് അയച്ചു തരണം. അടുത്ത ക്ലാസ്സിൽ മിസ് വീണ്ടും വരാം. ബൈ ചിൽഡ്രൻ.